ഇപ്പോ എക്സാമിന്റെ സമയമാണല്ലേ. നിങ്ങൾ എല്ലാവരും എക്സാമിന് പ്രിപ്പയർ ചെയ്യുമായിരിക്കും. എനിവേ, ഈ ഒരു വീഡിയോ നിങ്ങൾക്കായുള്ളതാണ്. നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനെ കുറച്ചുകൂടി സഹായിക്കാനും എക്സാം നന്നായി എഴുതാനും നന്നായി സ്കോർ ചെയ്യാനും ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്പർ 1, സ്റ്റാർട്ട് റിവൈസിംഗ് ഏർലി. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. റിവിഷൻ എക്സാമിന് മുന്നേ തന്നെ തുടങ്ങുക. ഇനി നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിലും ഇപ്പൊ പോയി തുടങ്ങാം. ഓക്കെ, സോ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ സ്റ്റഡി ഏരിയയിൽ എടുത്തു വെച്ച് ഫ്രഷ് ആയിട്ട് പഠിക്കാൻ തുടങ്ങും. പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും എന്ന കോൺഫിഡൻസിൽ തുടങ്ങുക. പഠിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ ടെൻസ്ഡായി ഒരിക്കലും ഇരിക്കരുത്. ബി പോസിറ്റീവ്. നമ്പർ 2, ക്രിയേറ്റ് എ ടൈം ടേബിൾ. നിങ്ങൾക്ക് നിങ്ങളുടെ സമയം എഫിഷ്യന്റ് ആയി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കുക. അത് ഫോളോ ചെയ്യുക. സോ മാക്സിമം സമയവും നിങ്ങൾക്ക് പഠനത്തിനായിട്ട് ചെലവഴിക്കാൻ സാധിക്കും. നമ്പർ 3, കീപ് യുവർ ഫോൺ ആൻഡ് അതർ ഡിസ്ട്രാക്ഷൻസ് എവേ. ഈ എക്സാം ടൈമില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഒരിക്കലും ഡിസ്ട്രാക്റ്റഡ് ആവുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ പോലും പഠിക്കുന്ന സമയത്ത് മാറ്റിവെക്കുക. ഡിസ്ട്രാക്റ്റഡ് ആവാതെ ഇരിക്കുക. നിങ്ങൾ എവിടെ ഇരുന്നാണോ പഠിക്കാറ് അവിടെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ 1 മണിക്കൂർ പഠിച്ചു, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഡിസ്ട്രാക്റ്റഡ് ആയി ഫോക്കസ്ഡ് അല്ലാതെയാണ് പഠിച്ചതെങ്കിൽ ഒരു യൂസും ഇല്ല. സോ കുറച്ചു നേരത്തേക്കാണെങ്കിലും ഡിസ്ട്രാക്റ്റഡ് ആവാതെ ഫോക്കസ്ഡ് ആയി പഠിക്കുകയാണെങ്കിൽ അത് തന്നെ ധാരാളമാണ്. സോ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്പർ 4, ഡു ലോട്ട്സ് ഓഫ് പ്രാക്ടീസ് പേപ്പേഴ്സ് ആൻഡ് ക്വസ്റ്റ്യൻസ്. യെസ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. നിങ്ങൾ ഏകദേശം എക്സാമിനുള്ള പോർഷൻസ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് നോക്കാം. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. സോ അത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. ആൻഡ് ഓൾസോ ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെയും റിപ്പീറ്റഡ് ആയിട്ട് ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അതൊക്കെ നന്നായിട്ട് പഠിച്ചോളൂ. അതൊക്കെയും എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. സോ എന്തായാലും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നമ്പർ 5, എക്സ്പ്ലെയിൻ വാട്ട് യു ഹാവ് ലേൺ. ഒരു കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതൊന്ന് സ്വയം എക്സ്പ്ലെയിൻ ചെയ്തു നോക്കൂ. അതൊരു ഗുഡ് വേ ഓഫ് റിവിഷൻ ആണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു നോക്കുന്നതും നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്പർ 6, വർക്ക് ഓൺ യുവർ പേപ്പർ പ്രസന്റേഷൻ. നിങ്ങൾ നിങ്ങളുടെ ആൻസർ പേപ്പർ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് എന്നതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് തന്നെ എക്സാമിന് ആൻസർ എഴുതുന്ന സമയത്ത് യുവർ പേപ്പർ ഷുഡ് ബി നീറ്റ്, പ്രസന്റബിൾ ആൻഡ് ലെജിബിൾ. അവസാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹെൽത്തി ഫുഡ്സ് കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക ആൻഡ് ആവശ്യത്തിന് ഉറക്കം കൂടെ നിങ്ങൾ എന്തായാലും ഉറപ്പുവരുത്തുക. ഉറക്കമൊന്നും ഇല്ലാതെ ഫുൾ ടൈം നിങ്ങൾ ഇരുന്ന് പഠിച്ചു എങ്കിൽ കൂടെ എക്സാം എഴുതാൻ നിങ്ങൾക്ക് എനർജി വേണ്ടേ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ എക്സാംസ് നന്നായിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ്.